അപ്പൊ ഗൈസ് ഞങ്ങൾ പോയിട്ട് വരാം. ഓഫ് ടു മലപ്പുറം. ഓക്കെ ഹായ് പറ. ഹായ് പറ. ബുക്ക് ഹായ്. നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയാലും ചെരുപ്പ് എടുത്തിട്ട് വരാം. അഡ്വഞ്ചർ പാളി. അവിടെ പന്നിയുണ്ട്, കുത്ത് കിട്ടും. അവിടെ ഒരു പൂവൻ കോഴിയുണ്ട്, കാട്ടുകോഴിയായിട്ട് അതിനെ ഇറക്കാം. ഉണ്ട് റൂബി അത് ചാടുവോ? എവിടെ വരെ ഉള്ളു? കടിക്കും അതിനെ കൊരപ്പിക്കുന്നേ. ടാറ്റാ. ഇവിടെ കാണാൻ വല്ലതും ഉണ്ടോ? വീഡിയോ എടുക്കാൻ ഇല്ല, കാണാൻ നല്ല മണ്ടക്കുണ്ടോ? കോഴിക്കോട് ഉണ്ടാണ്. കോഴിക്കോട് ഏത് കോഴിയുണ്ടോ? മണ്ടക്കില്ലേ കോഴി? അപ്പൊ സമയമാകുമ്പോ ഈ കോഴി മണ്ടക്ക് പോവോ? എവിടെ? അപ്പം ആരെയും പട്ടിയാണ് വരത്തില്ലേ? പട്ടിക്ക് എന്താ സ്റ്റെപ്പ് കയറിക്കൂടെ? ബ്രില്യന്റ് കോഴിയാണ്. ബ്രില്യന്റ്. വേറൊരു അഡ്വഞ്ചർ ഉണ്ട്. സംഭവം കുറച്ച് റിസ്ക്കാണ്. കണ്ടു കുടുക്ക് വഴി കൂടെ എന്നെ കൊണ്ടുപോവാ പിള്ളേര്. അവര് പോയി. ഇത് ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്ത് ചെയ്യാ? എല്ലാം എടുത്ത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. ആ എടുത്ത പകുതി വീഡിയോസിലും എൻ്റെ മുഖം മര്യാദയ്ക്ക് തെളിഞ്ഞിട്ടില്ല. നമുക്ക് വേറെ എവിടെങ്കിലും പോവാം. അതിനാദ്യം പെർമിഷൻ വേണം. നമുക്ക് പോയി പെർമിഷൻ എടുക്കാം. ഇതെനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. സോ എനിക്കിത് എഡിറ്റ് ചെയ്യാനൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. സോ ചിലപ്പോഴേ വരത്തുള്ളൂ. വരും. അല്ല, ഇത് ആദ്യത്തെ വീഡിയോ. അതോ എൻ്റെ അപ്പൂപ്പൻ. ഞങ്ങൾ അഡ്വഞ്ചറിന് പോവാ. എന്താ അഭിപ്രായം? പറ എന്തെങ്കിലും. ഞങ്ങൾ അഡ്വഞ്ചറിന് പോവാ. കറങ്ങാൻ പോവാ. ടാറ്റാ. ടാറ്റാ. ഒരാളും കൂടെ വരാനുണ്ട് ഗൈസ്. ഒരാളും കൂടെ വരണം. ഇല്ലെങ്കിൽ അടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് മേടിക്കാമല്ലോ. പക്ഷെ എനിക്കൊരു വിഷമേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ പട്ടി കുറച്ചപ്പോൾ ഞാൻ ഒരു റിയാക്ഷനൊക്കെ എടുത്ത്. പക്ഷെ അതിൻ്റെ ഒന്നിൻ്റെ മുഖം തെളിഞ്ഞിട്ട് ഒരാളെയും കൂടെ കിട്ടി. അടി കിട്ടുമ്പോ കൂട്ടിന് എടുത്തോ, തൂക്കിക്കൊണ്ട് പോവാ. ഹായ് ഹായ്. ആ ഓക്കെ ടാറ്റാ. കുക്ക് ഡിസ്ക്ലൈമർ ഫുള്ള് കോൺക്രീറ്റ്. ആ പട്ടിയുടെ പേര് കിട്ടി ഗൈസ്. എൻ്റെ പേര് റൂബി. ഇപ്പൊ എങ്ങോട്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടല്ല. ഇപ്പൊ എത്രാമത്തെ വട്ടം ഇവിടെ വരുന്നേ? മൂന്നാമത്തെ വട്ടം വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ വർഷങ്ങൾക്ക് ബാക്കാണ്. ഇങ്ങോട്ടാണ്. ഈ വഴിക്കൊന്നും ഞങ്ങൾ ഇതിൽ വന്നിട്ടില്ല. ആദ്യം വന്ന് ഈ വീട്ടിൽ കാരണം ഈ വഴിയല്ലേ വരുന്നത്. ഈ അധികം അവിടെ അടുത്തൊരു ക്രിസ്മസ് പിടിക്കണ പോലല്ലേ? എന്തുവാ ഒരു ആള് എന്താ ജന്തു പിടിക്കണ പോലല്ലേ? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ. ഇവിടെ ഉള്ള ആൾക്കാരോട് ഒരു 2 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്ലാങ് ആവും. ഇവിടെ ഉണ്ട് പട്ടി. പട്ടി ഞങ്ങൾക്കൊരു ക്രൈസാണ്.
പട്ടി എവിടെ കണ്ടാലും അപ്പം തൂക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വഴിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഇതിൽ കൂടെ ഇവിടെ ഫ്രണ്ടിൽ പോലെ അവളെ കണ്ടോ, അവളാണ് ഇതെല്ലാം കാട്ടിത്തരുന്നത്. ആ കൊച്ചു അവളുടെ വീടിന്റെ പാല് കാച്ചിന് വന്നയാ. അപ്പൊ ഞങ്ങളുടെ നാട് ഫുൾ അഡ്വഞ്ചറിന് നടത്തിക്കുക. നിങ്ങൾ കുറച്ച് സീനറീസ് കാണും. ഇവിടെ പ്രത്യേകിച്ച് കാണാനും വേണ്ടി ഒന്നുമില്ല. ഒരു കാട്. നമുക്ക് തിരിച്ചു പോകണം. എനിക്ക് റബ്ബർ തോട്ടം. ഗൈസ് ഇവിടെ ഒരു റബ്ബർ തോട്ടം ഉണ്ട്. ഇവിടെ ഉള്ള എല്ലാ വീട്ടിലും പട്ടിയുണ്ട്. ആൻഡ് ഇവിടെ ഒരു റബ്ബർ തോട്ടം ഉണ്ട്. പക്ഷെ അതിനകത്ത് മൊത്തം പാമ്പാ. അഡ്വഞ്ചർ കൂടി ഓടിറങ്ങി പോകുന്നു. കള്ളിയങ്ങാട്ട് നീരിനെ കൂട്ടുണ്ട്. എക്സ്പീരിയൻസ് കൂടാൻ വേണ്ടിട്ട്. റബ്ബർ ഉണ്ടോ അതിനകത്ത്? ഉണ്ടോ? ഒഴിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാ ഇത് കാണുന്നത്. തൊട്ടോക്കട്ടെ, കൈ പറ്റരുത്. എന്താ സംഭവം? ചെറുതായിട്ട് തൊട്ടെ. എന്തൊരുമാതിരി ദോശനൊക്കെ മാവ് പോലെ. ഇതാരുടെ പ്രോപ്പർട്ടി? സ്ഥിരം വരുന്നോണ്ടാണ് ഞങ്ങൾക്ക് പേടിയാവുന്നത്. ഇത് ഞാൻ കേട്ടത് ഇതിന് ഭയങ്കര വാടയാണ്. പക്ഷെ ഇനി വാട എനിക്കറിയത്തില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ചേച്ചിമാർ ഇങ്ങനെ ഞെക്കിപ്പുളുത്തുന്നൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ പക്ഷെ കൂടുതൽ അഡ്വഞ്ചർ മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോ ചെറിയൊരു മൂർഖന്റെ കടിയൊക്കെ കിട്ടും. ഞങ്ങൾക്ക് ആർക്കും ഈ വഴികാട്ടിന് അത്ര വിശ്വാസമില്ല. ചിലപ്പം ഗൂഗിൾ അമ്മായി പറയുന്ന ചിലപ്പം നമ്മളിപ്പോ നേരെ പോകാൻ പറഞ്ഞിട്ട് നേരെ കൊക്കേന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വഴിയൊന്നും പോകുന്നില്ല. പക്ഷെ നല്ല നൈസ് ഒരു റബ്ബറും തോട്ടമായിരുന്നു. പാമ്പില്ല അങ്ങനെ ഒരു ഷുവർ. എന്തൊക്കെയാ പറയുന്നത്? പാമ്പില്ലായിരുന്നെങ്കിൽ നമുക്കൊരു നോക്കായിരുന്നു. നമ്മുടെ കൂടെ വലിയവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ധൈര്യമായിട്ട് പോയായിരുന്നു. പക്ഷേ ഒറ്റ മൈൻഡ് എടുത്ത് ഓടിയതാ. ഗേൾസ്, ഈ മതിലും പിന്നെ ആ കാണുന്ന മതിലും കൂടെ ചാടിക്കഴിഞ്ഞാ കുറച്ചുകൂടെ പെട്ടെന്ന് വീട്ടിലെത്താം. പക്ഷെ ഒരു അഡ്വഞ്ചർ കൂടാൻ ചാടിയാലോ? ചാടിട്ട് തിരിച്ചിറങ്ങാണോ? ചാടിക്കും. തിരിച്ചെന്തിനാ ഇറങ്ങും? നമ്മള് നേരെ വീട്ടിൽ പോവല്ലേ? വീട്ടിൽ തന്നെ ഇറക്കി വിടരുത്. ഭയങ്കരമായിട്ട് ബ്ലറാവുന്നു. ഭയങ്കരമായിട്ട് ബ്ലറാവുന്നു. സോ ഇത് പറയണ്ടേ? എല്ലാരും എന്നെ നോക്കും. അതുകൊണ്ട് ആ ആന്റിക്ക് എന്നെ നോക്കും. അവര് എന്താ കൊച്ചവനെ കൊണ്ട് വീട്ടിൽ വിടാൻ പോയി. കാരണം അവന്റെ കാലിലെ ചെരുപ്പില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ കുറച്ച് അഡ്വഞ്ചറസ് ആണ്. അത്രക്കില്ലെങ്കിലും കുഴപ്പമില്ല. പുല്ലും കടലും മടലൊക്കെ ഉണ്ട്. കടലോ? മടൽ. പുല്ലും കടലും മടലും എന്നൊക്കെ. പുല്ലുണ്ട്, കാടുണ്ട്. രാവിലെ ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. എന്ത് പല്ലൊക്കെ ഇടിച്ച് രാവിലെ കയറി വന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഇന്ന് രാവിലെ എന്താ ജാതിക്കോ? ഞാൻ തിന്നിട്ടില്ല. പറിക്കണ്ട, വേണ്ട. അഡ്വഞ്ചർ മൂത്ത് എന്തും ചെയ്യൂ. എന്റെ കുഞ്ഞുമോളേടി വീണ് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ പിടിച്ച് കയറ്റാൻ. ഒരെണ്ണം മതി. വാ വണ്ടി 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 അയ്യോ അത് അവളുടെ അച്ഛനായിരുന്നു പോയത്. ഗൈസ്, സംഭവം എനിക്ക് ദൂരം കണ്ടിട്ട് മനസ്സിലായില്ല. അവിടെ 2 പിള്ളേരുണ്ട്. വെറുതെ എന്തിനാ കാണിക്കുന്നത്? ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. കണ്ടിട്ടുണ്ട്, മറ്റേ തണ്ണീർമത്തൻ അതിനകത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ എടി എടാ ജാതി ഒതളങ്ങിയൊന്നും അല്ലല്ലോ. എനിക്ക് ഉറപ്പാണ്
അതിന്റെ മണ്ടേ കേറി പറിച്ച അഡ്വഞ്ചർ ആയിരുന്നു. ഒന്നുകൂടെ പറയാം വെറുതെ എന്തായാലും ഇത് വേണ്ട 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 ഞാൻ നിലത്തൊന്നും കിട്ടിയപ്പെടുത്തത് വല്ലാത്ത അഡ്വഞ്ചർ ആയി പോയല്ലോ നിലത്ത് നടക്കുന്നത്. ഇനി എങ്ങോട്ടോ എക്സ്പ്ലോറിങ് മഞ്ചേരി. ആ അത് കിട്ടും. സ്റ്റാൻഡേർഡ് കളയരുത്. സ്റ്റാൻഡേർഡ് കീപ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഇവിടെ ഒരു കുളം ഉണ്ട്, പക്ഷെ ആ കുളം വറ്റി കിടക്കണം. എനിക്ക് ഇതെന്റെ ഞാൻ പറഞ്ഞില്ലേ ആ റബ്ബർ തോട്ടം നടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇവിടെ എത്താം. ആ കാണുകയാണ് റബ്ബർ തോട്ടം. വഴിയൊക്കെ അറിയാല്ലേ. ഇവിടെ ജനിച്ച വളർന്ന് എനിക്ക് വഴി അറിയാതെ. നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നെ? നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. വീട്ടിൽ തിരിച്ചെത്തിക്കണം. അതൊക്കെ എത്തും. എങ്ങോട്ട് വേണേലും പോന്ന് പറയാൻ ട്രയൽ നോക്കിയാണ്. ഇത് തിന്നു നോക്കണം. ഇത് ജാതിക്കാനല്ലേ? ജാതിക്കാനാണെന്ന് ഉറപ്പാണ്. ജാതിക്കാന്ന് പറഞ്ഞു ഒതളങ്ങി അങ്ങനെ തന്നു കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിൽ വരാൻ പറ്റത്തില്ലേ? ഇവിടെ കിടക്കും ഞാൻ. പീച്ചിന്റെ എന്റെ കൈ മൊത്തം കറയായി. അതിന്റെ മുഖത്തൊക്കെ ആയി പൊള്ളൂ. എനിക്ക് അറിയത്തില്ല. ഇത് എങ്ങനെ ചെറിയൊരു തണുപ്പുണ്ട്. സൈഡ് 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 വണ്ടി വരുന്നു. എനിക്കറിയത്തില്ല. ഉള്ള നാട്ടിലെ പച്ചനെയൊക്കെ പറിച്ച് കാണിച്ചു തരുമോ? രസമുണ്ടോ? വേണ്ട 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 വാ വാ. പട്ടി വല്ലതും ഉണ്ടോ? വേണ്ട വാ 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 വാ. ഇതിന്റെ അപ്പുറത്തേക്ക് വഴിയറിയില്ല. ഒരു റോഡിന്റെ നടുക്കോട് നിർത്തിയിട്ട് വഴി അറിയൂല എന്ന് പറയുന്ന സ്വഭാവം എന്താണ് ഇതിനെ ചെയ്യേണ്ടത്? ഇവിടെ വൻ അഡ്വഞ്ചർ ആണെന്ന് പറഞ്ഞ് നട്ടപ്പറ വെയിലെ തന്നെ റോഡിന്റെ നടുക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. വൈകുന്നേരം കളർ മാറും. ഇത് പറിച്ചാ കാണാൻ പറ്റുമോ വൈകിട്ട്? ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ല. ഒരു എവിടെ പൂ? ഫോണ് ഭയങ്കര ബ്ലറ്. വേണ്ട. പക്ഷെ ഇവിടെ നൈസായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോ ചീത്തെല്ലാം വിളിക്കും കാണിച്ചേന്. എന്റെ കൂട്ടത്തി വിവരമുണ്ടെങ്കിൽ എനിക്ക് നോക്കാം. കേട്ടില്ല ഉള്ളത്. ഒരു മറ്റേ ഇത് ടൂത്ത് പിക്ക്. ഇത് ഇന്നലെ രാത്രി ഞാൻ പറയാം 1 മണി 2 മണിയായപ്പോൾ ഞങ്ങൾ എവിടെങ്ങാണ്ട് കഴിക്കാൻ കയറി. 1 മണിയല്ല, എത്ര 10 മണിയോ? നീ കിടക്ക്. 11:30 ആയപ്പോൾ ഞങ്ങളൊരു കടയിൽ കഴിക്കാൻ കയറി. അപ്പോൾ അവിടുത്തെ സംഭവം ഒരാവശ്യമില്ലെങ്കിൽ ചുമ്മാ ഒന്നെടുത്ത് പോക്കറ്റിട്ടത്. എനിക്ക് വയ്യ. ദിസ് ഈസ് ദ പ്രൂഫ്. എന്തെങ്കിലും ആരെങ്കിലും പിടിച്ചോണ്ട് പോയാ ഈ വീഡിയോ കാണാൻ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിടിച്ചോണ്ട് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പോ എല്ലാ കുട്ടികളും കാണിച്ചു തരാം. എങ്ങോട്ടാ ഇനി? എങ്ങോട്ടാ? അങ്ങോട്ട് പോകുമ്പോ വണ്ടി വരുന്നു. അതെ, ഇപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ നമ്മളാരെങ്കിലും തിരക്കി വരുമോ? ഓക്കെ, നമുക്ക് തിരിച്ചു വീട്ടിൽ പോവാം. ആ ദൂരം ഒരു മല. ഞങ്ങളാ ആലപ്പുഴ. ആ
ഞങ്ങള് എന്താ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു പാല് കാച്ചി. കൃഷ്ണകുമാരിയ ബന്ധുക്കൾ എന്റെ വീട്ടിലേക്ക് വന്നതാ. പോട്ടെ. അപ്പൊ ശരിയാക്കാം. നല്ല ആന്റി. ഞാൻ വിചാരിച്ച കൊച്ചിനെ എന്തിനാ വീഡിയോ എടുത്ത് അവിടെ കാണാൻ വയ്യല്ലേ. ആ ആന്റിയാണ് എനിക്ക്. നമുക്ക് ജാതിക്ക സ്പോൺസർ ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല. കയറി പറിച്ചതാണ്. കയറി പറിച്ചപ്പോൾ ആന്റി പറഞ്ഞു ഓക്കെ എടുത്തോളാം. ആണോ? അപ്പൊ രണ്ടെണ്ണം കൂടെ പറയാ. സത്യം പറഞ്ഞ എനിക്ക് എന്താ വീഡിയോ എടുത്തിട്ടൊന്നും, നിങ്ങൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയൂ. നമ്മൾ ഇതുവഴി വന്നേ, നമ്മൾ ഒരുത്തനും വഴി അറിയത്തില്ല. ഒരുത്തനും. എനിക്കറിയാം. ഇവളാണ് ആദ്യം തിരിഞ്ഞു മാറി വണ്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഒന്നും എടുത്ത എക്സ്പീരിയൻസ് ഇല്ല. ആ വീട്ടുകാർ എന്നോട് സംസാരിച്ച ഐ തിങ്ക് നമ്മളെന്താ വലിയ വീഡിയോ എടുക്കുന്ന ആൾക്കാരാന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വല്ലതൊക്കെ സംസാരിച്ചത്. ഇതുവഴി പോയാൽ നമ്മൾ വന്ന മെയിൻ റോഡിൽ കയറും. ഇവിടെ ആയിരുന്നു ടാനടിക്കും. സൺസ്ക്രീൻ പോലും ഞാൻ ഇട്ടിട്ടില്ല. നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. എനിക്ക് ഇവിടുത്തെ വെയിൽ രാവിലെ മാത്രമേ ഉള്ളൂ. ഇവിടെ തണുപ്പ്. രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു. സംഭവം എന്തുവാ? അപ്പോ ഇങ്ങനെ ആക്കുമ്പോ സൗണ്ട് വെക്കും. വെള്ളം ഞാൻ വിയർത്ത്. രമണീയമായ സ്ഥലത്തേക്ക് എല്ലാരും വരിക. അടിപൊളിയാണ്. ഈ പട്ടിയിൽ തന്നെ മൂന്നാമത്തെ വട്ടം എന്നെ പേടിപ്പിക്കുന്നത്. ഞങ്ങൾ 5ാമത്തെ വട്ടമാണ് കേട്ടാ. ഇതുവരെയൊക്കെ എണ്ണിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഒത്തിരി പേടിച്ചു. ഈ ഹുഡി ഇട്ടെന്റെ കാര്യം നല്ല ചെയ്യേണ്ട. ഉടുപ്പുണ്ടോ ഈ ചൂടത്ത് ഈ സാധനം ഇട്ട് നടക്കാൻ? ഭ്രാന്താണ്. അവിടെ